ഹായ് ഗൈസ്, ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തൊക്കെയോ തിന്നാൻ അങ്ങനെ തോന്നി. അപ്പോൾ ഏട്ടനോട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി അപ്പോൾ ഏട്ടനോട് മടി പറഞ്ഞേ. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഉള്ളി ഉണ്ടായിരുന്നു, ഉള്ളിയും കടലമാവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഉള്ളിയൊക്കെ നന്നാക്കി വൃത്തിയാക്കിയ ശേഷം ഉള്ളി ചെറുതായി കട്ട് ചെയ്യുക. അതിന് ശേഷം ഉള്ളി നല്ല കട്ട് ചെയ്തതിന് ശേഷം നല്ല അങ്ങനെ ഒന്ന് ഞരണ്ടി എടുക്കുക. അതിലായിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നല്ല മിക്സാക്കുക. കൈ വെച്ചിട്ട് തന്നെ നല്ല മിക്സാക്കി ശേഷം നല്ല ഉടച്ചങ്ങ് എടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും ഉപ്പ് എത്താൻ പാകത്തിന് അതങ്ങ് മാറ്റി വെക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ നമുക്കങ്ങ് എടുത്ത് വെക്കാം. അതിന് ശേഷം ഞാൻ ഇഞ്ചിയും പച്ചമുളകും എടുത്ത് ചെറുതാക്കി അരിഞ്ഞു. ഞാൻ കുറച്ചായിട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്തത് എന്താണെന്ന് വെച്ചാൽ മോൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് എരിവ് കുറച്ചിടാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കറിവേപ്പില ഇല്ലല്ലോ എന്ന് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കറിവേപ്പില പറിക്കാൻ വേണ്ടി പറമ്പിലോട്ട് പോയപ്പോൾ മരത്തിൽ ഒരു തരി കറിവേപ്പില ഇല്ല. ഉള്ളതൊക്കെ ഞാൻ കുറച്ചൊന്ന് ഉള്ളിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളിയൊക്കെ ഒരു പാകമായി. പിന്നെ ഉള്ളിയിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അത് ചെയ്യാണ്. ഉപ്പിട്ടത് കൊണ്ട് കുറച്ച് നല്ല വെള്ളം ഇറങ്ങിക്കോളും. അങ്ങനെ കണ്ടില്ലേ ഉള്ളിയിലത്തെ വെള്ളം എന്തോരാന്ന്. അപ്പോൾ അതൊക്കെ പിഴിഞ്ഞങ്ങ് എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അങ്ങ് ഇട്ട് മിക്സാക്കുക. ഉപ്പ് നമ്മൾ പാകത്തിന് ഇട്ടിട്ടുള്ളൂ. പിന്നെ കടലപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഇടുക. ഞാൻ ഇപ്പോൾ 2 സ്പൂണിൽ വലിയ സ്പൂണിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നല്ല മിക്സാക്കുക. ഉപ്പ് പിന്നെ പാകത്തിന് ഇനി വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് രണ്ടും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് നല്ല മിക്സാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതും കൂടെ നല്ല മിക്സാക്കിയ ശേഷം നല്ല ഞരണ്ടി അങ്ങ് മിക്സാക്കാം. ഞാൻ പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും എടുത്ത് വെച്ചില്ല കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കയ്യിലൊന്ന് പച്ചവെള്ളം ആക്കിയതിന് ശേഷം അത് നല്ല ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ ഉള്ളിവടേൻ്റെ പാകത്തിന് നമ്മൾ ഇങ്ങനെ എടുക്കുക. ഞാൻ എല്ലാം അങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കിയ ശേഷം എല്ലാം അങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒരുമിച്ച് അങ്ങ് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ എല്ലാം അങ്ങനെ ആക്കി അങ്ങ് എടുത്ത് വെച്ചു. പിന്നെ പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ചൂടായി വന്ന പാനിലോട്ട് പിന്നെ അതിട്ടിട്ട് പിന്നെ വേവിച്ചെടുക്കാമെന്ന് വെച്ചു. പിന്നെ അങ്ങനെ ഒരു സൈഡ് വന്നു കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ സൈഡ് മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ 2 സൈഡും അങ്ങനെ ഇങ്ങനെയൊക്കെ മറിച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തേ. അങ്ങനെ ഓവറായി കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഒരു പാകമാകുമ്പോൾ നമുക്ക് കണ്ടറിയാമല്ലോ. ആ പാകമാകുമ്പോൾ നമ്മൾ എടുക്കുക. അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, കുറച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇങ്ങനെ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വൈകുന്നേരമൊക്കെ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ രണ്ടാമത് എടുത്തതാണ്. ആദ്യം ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ.